നമസ്കാരം, ഭാരത് ലീവിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരായ മാസപ്പടി കേസിൽ പരിശോധന തുടരുകയാണ് അന്വേഷണ സംഘം. CMRL-ൽ നിന്നും KSIDC-യിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളാണ് SFIO പരിശോധിക്കുന്നത്. CMRL-ൽ നിന്ന് 2 ദിവസം നടന്ന പരിശോധനയ്ക്ക് ശേഷം ഇന്നലെയായിരുന്നു KSIDC-യിൽ പരിശോധന നടത്തിയത്. എക്സാലോജിക്കിൽ നിന്ന് വിവരങ്ങൾ തേടാനുള്ള നടപടിയും ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. നേരിട്ട് ഹാജരാകാനോ രേഖകൾ സമർപ്പിക്കാനോ നിർദ്ദേശിച്ച് വീണയ്ക്ക് നോട്ടീസ് അയക്കാനാണ് സാധ്യത. SFIOയുടെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ KSIDC ഹർജി നൽകിയിരുന്നു. ഇതിന് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം മറുപടിയും നൽകും. CMRL എക്സാലോജിക് വിവാദ ഇടപാടിൽ ആദായനികുതി വകുപ്പിൽ നിന്ന് SFIO കൂടുതൽ വിവരങ്ങൾ തേടിയെന്ന റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. CMRL സമർപ്പിച്ച ആദായനികുതി വിവരങ്ങളിൽ SFIO ചില പൊരുത്തക്കേടുകൾ കണ്ടെത്തിയെന്നാണ് വിവരം. കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ SFIO ഉദ്യോഗസ്ഥർ കൂടുതൽ വ്യക്തത തേടിയേക്കുമെന്നാണ് സൂചന. ഇതിനായി ആദായനികുതി വകുപ്പിൽ നിന്ന് കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ടതായും സൂചനകളുണ്ട്. ഏതായാലും ഈ SFIO എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഏറ്റവും വലിയ ഉന്നതാധികാര സമിതി എന്ന് പറയാവുന്ന അത്തരത്തിലുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ്. ഈ അന്വേഷണ ഏജൻസിക്ക് വിളിച്ചു വരുത്താനും ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും പോലുമുള്ള അധികാരമുള്ള ഏജൻസി തന്നെയാണ്. നമുക്കറിയാം, പിണറായി വിജയൻ, ഒരു തൊഴിലാളി നേതാവായിരുന്ന പിണറായി വിജയന്റെ മകൾ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ കീഴിൽ അന്വേഷണം നേരിടുന്നു. അതും വലിയ വലിയ കോർപ്പറേറ്റുകളെ കുറിച്ച് അന്വേഷണം നടത്തുന്ന ഒരു ഏജൻസിക്ക് കീഴിലാണ് ഇപ്പോൾ പിണറായി വിജയന്റെ മകളുടെ കമ്പനി അന്വേഷണം നേരിടുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് തന്നെയാണ് ഒരു വിരോധാഭാസമായ കാര്യം. ഏതായാലും പിണറായി വിജയന്റെ മകൾ കുരുങ്ങും, വീണ വിജയൻ കുരുങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിലപ്പോൾ അറസ്റ്റ് നടപടികളിലേക്ക് പോലും ഈ കാര്യങ്ങൾ നീണ്ടുപോയേക്കാം. അങ്ങനെയെങ്കിൽ പിണറായിക്ക് വലിയ തിരിച്ചടിയാകും ഉണ്ടാകാൻ പോകുന്നത്. കാരണം പിണറായി വിജയന്റെ മകളെ ആരും അറിയാത്ത ഒരാളായിരുന്നു. ആകെ എഞ്ചിനീയറിംഗ് ഡിഗ്രി മാത്രം കൈവശമുള്ള ഒരു മകൾ. ഇത്രയും കോടികൾ മൂലധനമുള്ള ഒരു കമ്പനിക്ക് എങ്ങനെ പിണറായി വിജയൻ ഏതെങ്കിലും തരത്തിലുള്ള സഹായമോ വിട്ടുവീഴ്ചകളോ ചെയ്തു കൊടുക്കാതെ എങ്ങനെയാണ് ഈ കമ്പനി കെട്ടിപ്പൊക്കിയത് എന്ന ആശങ്കയോ അല്ലെങ്കിൽ ചോദ്യമോ, അത്തരത്തിലുള്ള ചോദ്യമോ പലപ്പോഴും പലരും ചോദിച്ചിരുന്നതാണ്. അന്നൊക്കെ പിണറായി വിജയൻ മകളെ രക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയായിരുന്നു, മകളുടെ കഴിവ് കൊണ്ട് വലിയ കമ്പനി ഉണ്ടാക്കിയെന്നായിരുന്നു പറഞ്ഞത്. ഏതായാലും പിണറായി വിജയന്റെ കള്ളത്തരം ഓരോന്നായി പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യത്തിലും അത് ഉണ്ടാകുമെന്നാണ് സൂചന. ഏതായാലും പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ പ്രതിരോധത്തിൽ തന്നെയാണ്. അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കും, അല്ലെങ്കിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളും അതിന്റെ പിന്നാലെയുള്ള അറസ്റ്റും ഒക്കെ ഉണ്ടാകുമെന്ന് തന്നെയുള്ള സൂചനകളാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്.